Yo, my Joes, welcome back to our channel. So, it's Let's Play series episode number 23 ആണെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓവർവേൾഡ് എക്സ്പ്ലോർ ചെയ്തു. സോ ഇത് നമ്മൾ നെതറാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന ബ്രോയുടെ പേര് കോട്ടാക്സ് 7, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. ഇതാണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ടൈഗ ബയോ എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിയുടെ പേരാണ്. സോ നിങ്ങളുടെ പേരും താഴെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പേരും ഈ ഒരു വേൾഡിൽ വരുന്നതായിരിക്കും. ആൻഡ് ഞാനൊന്ന് റെഡിയായിട്ട് കാണാം. നമ്മുടെ ട്രേഡിംഗ് ഹാളിലാണ് ഞാൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുമായിരുന്നു. ആൻഡ് നമുക്കിപ്പോൾ വന്ന് കാണുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏതാണ്ട് 10 ബുക്കോളം ഞാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒത്തിരി ബുക്കുണ്ട്. ഇൻഫിനിറ്റി, ഫോർച്യൂൺ 3, അതേപോലെ തന്നെ ഡെപ്സ് റൈഡർ 3, ഇംബെയിലിംഗ് 5, ലഞ്ച്, പഞ്ച് 2, അങ്ങനെ ഒത്തിരി ബുക്ക് ഇവിടെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കിനി വില്ലേജസ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലായിരുന്നു ഞാൻ ഈ എപ്പിസോഡ് ഞാനൊരു ട്രേഡിംഗ് ഹാൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു സോംബി ക്യൂറിംഗ് സ്റ്റേഷൻ ചെയ്യേണ്ടായിരുന്നു. ബട്ട് വില്ലേജറിൻ്റെ കുറവ് കാരണം നമ്മൾ ഇന്ന് നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആൻഡ് വി ഗോ ടു നെതർ. ഇപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് വേണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. എൻ്റെ ഏതാണ്ടൊക്കെയുള്ള ഒരു ബോയും അതേപോലെ കുറച്ച് ബ്ലോക്കും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മതിയായിരിക്കും നെതറൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ. പിന്നെ ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം നെതർ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ഫോർട്രസ് ഞാൻ ഒപ്പിച്ച് കണ്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആൻഡ് അവിടെ നിന്ന് പറ്റുവാണെങ്കിൽ ഒരു 5 ബ്ലേസ് റോഡെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത്ര നോക്കണം. കാരണം നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഒരു ബോൺ മീൽ ഫാം ഉണ്ടാക്കണം, ആ ഒരു മോസ് ബ്ലോക്കൊക്കെ വെച്ച്. അപ്പോൾ അതിൽ കാണിക്കുന്നത് കുറച്ച് ഇത് വേണം എന്നാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് നോക്കാം. നമ്മുടെ അയൺ ഫാം സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ ഏതാണ്ട് ഈ ഒരു 10 മണിക്കൂറല്ല, അറൗണ്ട് ഒരു 5 hours കൊണ്ടാണ് ഞാൻ ഇത്രയും വില്ലേജസിനെ ഇതിനകത്ത് സെറ്റാക്കിയത്. ആൻഡ് അത്രയും സമയം എടുത്തിട്ട് ആകെ ജസ്റ്റ് ഒരു സ്റ്റാക്കും 17 അയണേ ആയിട്ടുള്ളായിരുന്നു. ആൻഡ് നമ്മളിത് നെതറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെതർ എന്താ ഓവർവേൾഡ് വരെ നെതറിൽ കയറിയില്ല. ഞാൻ ലോഡിങ് എന്താ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെയാടാ ലോഡിങ്. ആൻഡ് ഗൈസ് നമ്മുടെ വാഴ ട്രോൾസ് ഞാൻ റീലോഡ് ചെയ്ത് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ആൻഡ് ഞാനത് നമ്മുടെ സോൺ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി നമ്മളത് റീലോഡ് ചെയ്ത് നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ആൻഡ് ഞാനാണെങ്കിൽ ആ ഒരു കണ്ടുപിടിച്ചെന്ന് വഴിയെന്ന് പറഞ്ഞാൽ തേണ്ടിത്തില്ല. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കുറച്ച് ബിൽഡ് ചെയ്ത് പോയി ഗൈസ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ കണ്ടത്, ഞാൻ കാണിക്കാം. ആൻഡ് ഇത് നേരെ താഴെ വീണ ലാവയിലാണ് ഗൈസ്. എനിക്കതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്. ഞാൻ അവിടുന്ന് പോകുന്ന വഴി എനിക്കൊരു സോൾ സാൻഡ് വാലി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഹാപ്പി ഗാസിന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് വലിയ യൂസ് ഇല്ല, കാരണം നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരാനൊക്കെ ആയിരുന്നു യൂസ്. അല്ലാതെ ഇപ്പം വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് വരുമായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ മറ്റേ ബോൺ ബ്ലോക്കൊക്കെ ഇരിപ്പുണ്ട്, അപ്പം അവിടെ കാണണമായിരിക്കും. ആൻഡ് അവിടെ എത്തി കാണാം. ഇവിടെ ഇല്ലെന്നാണ് തോന്നണേ. ഇല്ല ഗൈസ്, ഷീറ്റ്. എന്തായാലും നമുക്ക് ബോൺ ബ്ലോക്ക് എടുത്തുകൊണ്ട് പോയേക്കാം. ഞാൻ ഹാപ്പി ഗാസ് ഷീറ്റിന് നൈസായേനെ, ജസ്റ്റ് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനൊക്കെ നല്ലതായിരുന്നു. നമുക്ക് എന്തായാലും ബോൺ ബ്ലോക്ക് എടുത്ത് വെച്ചേക്കാം. നമുക്ക് ബോൺ ബ്ലോക്ക് ആവശ്യം വരും, കാരണം ഈ ഒരു ഫാം വർക്കാവണേ തന്നെ ഏതാണ്ട് 10 ബോൺ ബ്ലോക്ക് വേണം. അതായത് ഏതാണ്ട് 1.5 സ്റ്റാക്കോളം ബോൺ മീൽ ഉണ്ടെങ്കിലേ ഈ ഒരു ഫാം വർക്ക് ആകത്തുള്ളൂ. സോ നമുക്ക് അതിനുവേണ്ടി ബോൺ ബ്ലോക്ക് വേണം. നമുക്കിപ്പോൾ അത് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ അയൺ ഫാമിൽ പറഞ്ഞാൽ ബോൺ ബ്ലോക്കൊക്കെ വരുന്നത് 1 മണിക്കൂർ അവിടെ AFK ചെയ്യുന്ന ഒരു 5 ബോൺ ബ്ലോക്ക് വരും. സോ അയൺ ഫാമിൽ നമുക്ക് ബോൺ മീൽ ഒപ്പിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈ ബോൺ മീൽ ഫാം ഇപ്പോൾ സെറ്റാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കാണെങ്കിൽ ഇതുണ്ടാക്കാനുള്ളത്, നമ്മുടെ ട്രീ ഫാം ഉണ്ടാക്കാൻ. ആൻഡ് കുറച്ച് സോൾ സാൻഡോടെ നമുക്ക് എടുത്ത് വെച്ചേക്കാം. ഈ ഒരു എലവേറ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഞാൻ താഴെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് മേളിലോട്ട് വന്നു. മേളിലാണെങ്കിൽ കുറച്ച് ഇതേപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഗാസ്റ്റ് ഇരിക്കുന്നത്. അപ്പം എന്നെ ഗാസ്റ്റാണെ വെടി വെക്കുന്നത്. ആൻഡ് ഇവിടെ ഉണ്ടോ? ഷിറ്റ്, ഇവിടെ ഇല്ല. തോണ്ടേ എടി, ഈ സാധനം എങ്ങനെയാണ് തിരിച്ചു വിടുന്നേ? ഓഫ് കത്തിക്കുന്നു. അവിടെ ഞാൻ ബോൺ ബ്ലോക്ക് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണട്ടെ. അതുകൊണ്ട് ഗൈസ് ഇവിടെ ഒരു ഗാസ് ടീപ്പ് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. അവിടെ ആണെങ്കിൽ കാണുമായിരിക്കും ഈ ഒരു ഹാപ്പി ഗാസ്റ്റിൻ്റെ സാധനം. ഈ ഗാസ്റ്റാണ് വിഷയം. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോണും അല്ല ഗൈസ്. ഞാനാണെങ്കിൽ ഒരു ഡയറക്റ്റാണ് എടുത്തുകൊണ്ട് വന്നത്. ഇവനെ അമ്പ് ചെയ്തൊന്ന് കൊല്ലാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. അതുകൊണ്ടില്ല, ഇവനെ അമ്പ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. അയ്യോ, ചത്ത്.
കുഴപ്പമില്ല, നമുക്ക് റീസ്പോൺ ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൊണ്ട് രാത്രി പോയിട്ടാണ് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞത്. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാനൊരു ഫോർട്രസ് കണ്ടത്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി. ആൻഡ് ഇവിടുന്ന് ഈ ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് പോയാൽ മതി. ഭയങ്കര പേടിയാണ് ഗൈസ്. അങ്ങോട്ട് താഴെ വീണ പിന്നെ ഏതാണ്ട് നമ്മുടെ പോർട്ടലിൽ നിന്ന് ഒരു 400-500 ബ്ലോക്ക് വന്നാൽ മതി, കിട്ടും. ആൻഡ് ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൻഡ് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടുന്ന് താഴോട്ട് ആടിയപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചത്തത്. ഇവിടുന്ന് താഴോട്ട് അങ്ങ് ഡയറക്റ്റ് അങ്ങ് ചാടി ഗൈസ്. ആൻഡ് നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ചെയ്യണ്ട. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിലോട്ട് കിട്ടും, ഫോർട്രസിലോട്ട് നമുക്ക് എത്താൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് നേരെ പോകാം. നേരെ കുറച്ച് പോയാൽ മതി കുറച്ച് പോയാൽ മതി. ഓക്കെ, നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് കുറച്ചൊന്ന് പോയി നോക്കാം. ആൻഡ് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോയാൽ മതി ഗൈസ്, എളുപ്പമാണ്. പിന്നെ ഞാൻ മൾട്ടിപ്ലെയർ സീരീസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. സോ നിങ്ങൾ അതിൻ്റെ കാര്യം ഡു കമൻറ്റ് ബിലോ. എന്റെ ലക്കാണ് ലക്ക് മോനെ. വിഷയം ഡെബ്രി കിട്ടി. എടാ വിഷയം 2 ഡെബ്രി കിട്ടി. നൈസ്, കൊള്ളാലോ, ഇത് കൊള്ളാലോ ഗൈസ്. നമ്മളിന്ന് ലക്കാൻ തോന്നട്ടോ. ഇന്ന് അത്യാവശ്യം ലക്കുണ്ട്. എന്നാലും ലക്കുണ്ടെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് കുഴിക്കണ്ട. ബസ്സാൾട്ടാണ്, എവിടെ നിന്നാണ് ലാവ ഒഴുകി വരാം. അവിടെ ഇത്രയൊന്നും പോകണ്ടായിരുന്നല്ലോ. താഴെ നോക്കിയപ്പോൾ തന്നെ അടുത്തായിരുന്നു ആ ഒരു ഫോർട്രസ്. എന്താണ് കുഴിച്ചിട്ടും ഫോർട്രസ് എത്താത്തേ? വെയിറ്റ്, നമുക്കൊന്നൊന്നും തിരിച്ചു വരാം. ഞാൻ ആ ഒരു ബ്ലോക്കിലോട്ട് ചാടി. കണ്ടോ ഗൈസ്, ഇത്രേ ഉള്ളായിരുന്നു. നമുക്കത് കുഴിച്ചിട്ട് അവിടോട്ട് എത്തുന്നു ഗൈസ്. ഞാൻ എന്തായാലും ബ്ലോക്ക് വെച്ച് ബ്രിഡ്ജ് ചെയ്ത് ഞാൻ അവിടം വരെ ഒന്ന് എത്തിയിട്ടാണ് ഗൈസ്. ബ്ലോക്ക് വെച്ച് കയറി ഞാനിങ്ങനെ മേളിൽ ഫോർട്രസ് വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് എനിക്ക് നല്ല പേടിയുണ്ട്. മേളിലായ ഒരു വിതർ സ്കെൽട്ടൻ ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടെങ്കിലാണ് എനിക്ക് പേടി. എനിക്ക് ബ്ലേസിനൊന്നും വലിയ പേടിയില്ല ഗൈസ്. ഇവിടെ ഇല്ല, കുഴപ്പമില്ല, സ്കെൽട്ടനേ ഉള്ളൂ. ഓക്കെ, വിതർ സ്കെൽട്ടൻ ആണെങ്കിൽ അവന്മാരെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ എഫക്റ്റ് വരും ഗൈസ്. അതാണ് എനിക്ക് പേടി. അവന്മാരടിക്കുന്ന വലിയ സീനില്ല. അവന്മാരുടെ സ്റ്റോൺസോട് വെച്ചല്ലേ, വലിയ ഇതൊന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് പോകാം. അല്ല വിതർ സ്കെൽട്ടൻ്റെ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ട്രാപ്പല്ല, അവന്മാർ പെട്ടെന്നൊന്നടിക്കും. സോ ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു സ്പോണ്ടർ ഒപ്പിച്ചിട്ട് നമുക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു ഫോർട്രസ് ഫുള്ള് ഞാൻ തെട്ടിത്തിരി നിങ്ങൾ കാണേണ്ടി വരും. ആൻഡ് നമുക്കൊരു വാർപ്പ് ഫോറസ്റ്റ് ഒരു സാധനം ഉണ്ടല്ലോ, നെതർ വാർട്ട്, അത് തന്നെ, ആ സാധനം നമുക്ക് ഒപ്പിക്കണം. അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ആ ഫോർട്രസിൽ അവിടെയൊക്കെ ഒരു വിതർ സ്കെൽട്ടൻ്റെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് 2-3 പ്ലേസൊക്കെ വന്നിരുന്നു. അതിനെയൊക്കെ തല്ലിക്കൊന്ന് അവസാനം ഒരു സ്പോണർ കണ്ടു. ഫൈനലി നമുക്ക് അങ്ങനെ ഒരു സ്പോണർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവന്മാരുടെ കാര്യം എനിക്ക് പേടിയില്ലെന്നും പറഞ്ഞാലും എൻ്റെ കയ്യിൽ നല്ല ആർമറല്ലേ ഇരിക്കുന്നത്, ഡയമണ്ട് ആർമറൊക്കെ തന്നെ. അതിൽ പ്രൊട്ടക്ഷനോ അങ്ങനത്തെ ഒരു വിധമില്ല. ആൻഡ് എല്ലാം പൊട്ടാറുമായിരിക്കും. എൻ്റെ ഷീൽഡും പൊട്ടാറായെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു 35% എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പ് പോലെ സെറ്റ് ചെയ്തൊരു ഫാം നമുക്കിവിടെ തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. മീൻസ് റിയൽ ഫാം അല്ലാതെ ഇവന്മാരെ മാത്രം ഇങ്ങനെ സ്നൈപ്പ് ചെയ്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫാം പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവന്മാർ ഇങ്ങോട്ട് ഓരോരുത്തരായിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു 2-3 പേരെ കില്ല് ചെയ്യാൻ പറ്റും. അവന്മാർ ഒരുമിച്ച് വന്നാൽ പെട്ട് ഗൈസ്. 1 മണിക്കൂർ കൊണ്ട് എനിക്കൊരു പ്ലേസ് റോഡ് വരും കിട്ടിയെന്നാണ് സത്യം ഗൈസ്. ഞാനാണെങ്കിൽ ഇവൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ഇവനെ അയ്യോ വലിയ വിതർ സ്കെൽട്ടൻ. എടാ ഒരു പ്ലേസ് റോഡ് കിട്ടി. അതുകൊണ്ട് ഈ എവിടെ നിന്ന് വന്നടാ? എൻ്റെ കൈ കാലെല്ലാം അവിടെ വരച്ച് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുമാതിരി കറുത്ത ഭൂതം മാക്കാച്ചി തലയും പോടാ. അവൻ പെട്ടെന്ന് കയറി വന്നേക്കുന്നു അടിച്ചിട്ട് ഈസ് പേടിയുണ്ട. ആൻഡ് 1 മണിക്കൂർ കൊണ്ട് ഒറ്റ ഒരു പ്ലേസ് റോഡാണ് കിട്ടി ഈസ്. ഇവന്മാരാണ് ഈ ഒരു റൂമിലോട്ട് വന്ന് കയറുന്നതും ഇല്ല. ഇവന്മാർ അവിടെ ഇന്ന് തീ തുപ്പി കളിക്കുക. ഞാൻ ട്രൈ ചെയ്യട്ടെ ഈസ്, ഇവന്മാരെ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ ഈസ്. എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റാക്ക് ഫുഡ് മൊത്തം ഞാൻ കഴിച്ചു കഴിഞ്ഞ ഈസ്. എനിക്ക് എന്നിട്ട് ഇതുവരെ ഒരു പ്ലേസ് റോഡേ കിട്ടിയിട്ടുള്ള ഈസ്. നൈസ്, ഞാനങ്ങ് പെട്ടിയായി. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഈസ്. ഞാൻ 1 മണിക്കൂർ കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവന്മാരാണെങ്കിൽ ഒരു തരത്തിൽ പറ്റുന്നില്ല. അവന്മാർ 4 വഴി കൂടെ എന്നെ ഇട്ട് അടിക്കുകയാണ്. ആൻഡ് നമുക്കൊന്നുകൂടെ പോകാം. എന്നിട്ട് നമുക്ക് 2 സ്റ്റാക്ക് ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് 2-3 പേരെ തല്ലിക്കൊല്ലാൻ പറ്റുമോ നോക്കാം. ഇപ്രാവശ്യം എന്തായാലും ഇവന്മാർ സ്പോണാവുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് 2-3 പേരെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഇവന്മാർ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇവന്മാരുടെ ഈ ഒരു തീ തൂക്കുന്ന ഓപ്പൺ ഏരിയയും കൂടെ ആയിരുന്നു ഞാൻ പെട്ടണേ ഗൈസ്. ഇതിപ്പോൾ അത്യാവശ്യം
ഇതിലായതുകൊണ്ട് തന്നെ നമുക്ക് നൈസിന് നിന്ന് അവന്മാരെ അടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇത് പെട്ടെന്ന് അവന്മാർ സ്പോൺ ആവുന്നു ഗൈസ്. ഒത്തിരി പേര് 3-4 പേരൊക്കെ വെച്ചാണ് സ്പോൺ ആവുന്നത്. എൻ്റെ ഷീൽഡും തേണ്ട പൊട്ടാറായി നിൽക്കുന്നത്. ആൻഡ് ഞാൻ പതുക്കെ ഓരോരുത്തരെ തല്ലിക്കൊല്ലുന്നുണ്ട് ഇവിടിട്ട്. ആൻഡ് യുവമാരാണെങ്കിൽ വലിയ സീനില്ല. ഇപ്പം നമുക്കൊരു 4 ബ്ലേസ് റോഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് 2-3 പേരെ ഇങ്ങനെ തല്ലി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പുറകിൽ നിന്നുകൊണ്ട് അടി വന്നാൽ തീർന്നു ഗൈസ്. പുറകിൽ നിന്നാണോ നോക്കിയിട്ട് എനിക്കാണ് ഇടയ്ക്ക് ലാഗും വരുന്നത്. അതാണ് മെയിൻ പ്രോബ്ലം. ഈ ലാഗ് വന്നു കഴിഞ്ഞാൽ തീരും കേസ്. എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്ന് അറിയത്തില്ല. ഇവന്മാർ ഇപ്പം ഉള്ളവന്മാർ തീർന്നാലേ അടുത്ത് സ്പോണാകത്തോളം തോന്നുന്നു കേസ്. അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ അയ്യോ അല്ല ദേട്ട എല്ലാവരുടെ കൂടെ സ്പോണായി വരുന്നത്. അയ്യോ വെയിറ്റ് എന്നെ കൊണ്ട് പറ്റും. ഇതെന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇല്ല പറ്റത്തില്ല കേസ്. ഞാൻ ഈ കുഴിക്കകത്ത് നമ്മുടെ പഴയ കുഴിക്കകത്ത് നിൽക്കട്ടെ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഫുഡടി എൻ്റെ 2 പേരും കൂടെ നമുക്ക് തട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഞാനൊന്ന് കയറി നോക്കട്ടെ. ഞാൻ 2 പേരും കൂടെ തട്ടാൻ പറ്റുമോ നോക്കട്ടെ. എന്നെ കൊണ്ട് അവന്മാരൊന്നും തട്ടാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ 2-3 സ്പോളർ ഇട്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തുവാണ് ഇത്? ഞാൻ വേറെ ഏതോ കാട്ടി വീണ്. അയ്യോ ചത്ത് ഒറ്റ ഇത് പോറടാ. ചത്ത് ചാവല്ലേ ചത്ത്. നമ്മൾ നേരത്തെ 2 ബ്ലേസ് റോഡ് കൊണ്ട് വെച്ചായിരുന്നു ഗൈസ്. അപ്പം കറക്റ്റ് 6 ആയി. നമുക്ക് 5 നമ്മൾ പറഞ്ഞു. നമ്മൾ 6 എടുത്തു ഗൈസ്. മൈ ഗോഡ്. ഞാനെന്തായാലും ഇനി വേണമെങ്കിൽ ഓഫ്ലൈനിൽ പോയി അവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തോളാം. കാരണം നമുക്ക് എന്തായാലും ഇനി വേണം ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണം ഗൈസ്. അവന്മാരെ എന്തായാലും നമുക്ക് പോയി ഓഫ്ലൈനിൽ അടിക്കണം. നമുക്കിപ്പോൾ വേണ്ട 6 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് ധാരാളം. ആൻഡ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇത് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 23 ആണ്. സോ നമ്മൾ ഏതാണ്ട് 25 നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 25 എപ്പിസോഡ് നമുക്ക് റീഡ് ചെയ്യാൻ പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. ആൻഡ് ഇന്നത്തെ ഒരു ലെറ്റ്സ് പ്ലേ എപ്പിസോഡ്, ഈ കുഞ്ഞ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്ര ഗൈസ്. ആൻഡ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.